അതുപോലെ മഹേഷ് ഞങ്ങളുടെ ഗ്രൗണ്ടുകളൊക്കെ കണ്ടില്ല ആ. ഈ പര്യടനത്തിൻ്റെ ഇടയ്ക്ക്. അതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട ഒരു വലിയ വികസനം ഒരു കൊല്ലം കൊണ്ട് ആ. നമ്മൾ 35 കോടി രൂപ മുടക്കിയാണ് മംഗലപുരം ST കോളേജ് yes. വയനാട് ഫ്ലഡ് ഫ്ലഡ് ലൈറ്റ്. ലൈറ്റുകൾ അതെ അത് ശരിക്കും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇത് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇത്രയും ക്വാളിറ്റിയുള്ള ലൈറ്റുകൾ വരില്ല. അന്താരാഷ്ട്ര മത്സരങ്ങൾ ലൈവ് ചെയ്യുന്ന അതേ ക്വാളിറ്റി ലക്സ് ലെവലാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത് ഒരു സ്ഥലത്ത് തന്നെ 10-12 കോടി രൂപ മുടക്കി ലൈറ്റ്സ് ഇടുക എന്ന് പറയുന്നത് ഈ ഒരു കാഴ്ചപ്പാട് KCLും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ ലൈറ്റ്സിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് കളിപ്പിച്ച് പരിശീലിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള നമ്മുടെ ഒരു ഞങ്ങൾ ആ ഇൻഫ്രാസ്ട്രക്ചർ സംബന്ധിച്ചുള്ള KCയുടെ വിഷൻ അത് ശരിക്കും ഞങ്ങൾ നേരിട്ട് കാണുകയും അത് അനുഭവിക്കുകയും ചെയ്ത ആൾക്കാരാണ്. അത് മാത്രമല്ല ഇപ്പോൾ ഞാൻ മിക്കവാറും പറയുന്ന ഈ നമ്മുടെ ക്രിക്കറ്റ് ടാലൻ്റ് ഇത് ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പണക്കാരുടെ കളികൾ. പക്ഷേ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സെൻറ്റ് സേവിയേഴ്സ് കോളേജുണ്ടാവും അല്ലെങ്കിൽ ആലപ്പുഴ SD കോളേജുകളുണ്ട്. ഇത് നമ്മൾ 15-16 വർഷം മുമ്പ് എങ്ങനെ ഇരുന്നു അതുപോലെ നമ്മൾ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. നമ്മൾ അതിൻ്റെ ഫെസിലിറ്റീസിനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നമ്മുടെ ഒരു ഗ്രൗണ്ടുകളിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ പോയിട്ട് മിക്കവാറും എല്ലാ ഗ്രൗണ്ടും കണ്ടു കാണുമല്ലോ. കാണുമ്പോൾ എവിടെയെങ്കിലും പുല്ല് കരിഞ്ഞു പോയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതുണ്ടോ? എപ്പോഴും ഗ്രൗണ്ടിൽ അതുപോലെ പണിക്കാർ കാണും, ഈ വർക്കേഴ്സ് കാണും. ഗ്രൗണ്ട് എന്നും ഇങ്ങനെ തന്നെ ഇരിക്കും. നമ്മൾ ബിൽഡ് ചെയ്തപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ അങ്ങനെ ഇരുന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഫെസിലിറ്റി ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. എനിക്ക് അവസാനമായിട്ട് ഞങ്ങളുടെ ഈ യാത്രയെക്കുറിച്ച് KCA പ്രസിഡന്റിനും സെക്രട്ടറിക്കും എന്താണ് KCA സെക്രട്ടറിയാണ് വന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തത്. അപ്പോൾ എന്താണ് ശ്രീജിത്ത്, നമ്മൾ പല അനുഭവങ്ങളും ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഫുട്ബോളിന് യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ 4 വർഷം മുൻപ് ചെയ്തിട്ടുണ്ട്, ഈ ലോകകപ്പിനും ചെയ്തിട്ടുണ്ട്. ക്രിക്കറ്റിന് നമ്മൾ സാധാരണ അങ്ങനെ ഇറങ്ങാറില്ലായിരുന്നു. അത് പ്രത്യേകിച്ച് ഒരു പ്രാദേശികമായി നടക്കുന്ന ഒരു ലീഗ് മത്സരം. പക്ഷെ അതൊരു വല്ലാത്ത അനുഭവമാണ്. എന്താണ് ഇതൊക്കെ കണ്ടിട്ട് KCയോട് വെക്കാനുള്ളൊരു നിർദ്ദേശം, അതായത് എവിടെയാണ് പോരായ്മ കണ്ടിരിക്കുന്നതെന്ന് പറയും. അല്ല, എനിക്ക് അതിൽ പോരായ്മ എന്ന വാക്ക് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ ഈ പറയുന്നത് പോലെ ഒരു വര വരച്ച് ഇതിന് 2030 ഞാൻ പറയാൻ കാരണം അതാണ്. 14 ജില്ലകളിലും ഇപ്പം ഞാൻ കോഴിക്കോട്ടുകാരനാണ്. ഞാൻ അതുകൊണ്ടാണ് കോഴിക്കോട് ഊന്നി പറയും മലബാർ മേഖലയിൽ. ഇപ്പം NIT ഗ്രൗണ്ടിൽ മുഹമ്മദ് അസറുദ്ദീൻ്റെ കളി കാണാൻ വേണ്ടി ക്ലാസ് കട്ട് ചെയ്ത് പോയ, ജീവിതത്തിൽ ആദ്യമായിട്ട് ക്ലാസ് കട്ട് ചെയ്ത് ആ കളി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണ്. പക്ഷെ കോഴിക്കോട് നമുക്ക് അന്ന് ഉണ്ടായിരുന്ന സൗകര്യങ്ങളിൽ നിന്ന് വലിയൊരു വ്യത്യാസം പ്രകടമായിട്ട് കോഴിക്കോട് കണ്ടില്ല. പക്ഷേ ഞാൻ അവിടെ യാത്ര ചെയ്ത് പോയ സമയത്ത് അവിടെയുള്ള പുതിയ ആളുകൾ, ഇതിൻ്റെ തലപ്പത്തേക്ക് വന്ന പുതിയ ആളുകളുടെ വിഷൻ 100% നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ കോഴിക്കോട് ഞങ്ങളൊരു ഗ്രൗണ്ട് വളരെ പെട്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. കോഴിക്കോട് നമ്മുടെ കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് തന്നെ ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഒരു ജീവോ ഇതുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയും ഞാൻ ഈ നമ്മുടെ ഈ ഹയർ എഡ്യൂക്കേഷൻ ശ്രീ റോജി ജോൺ അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനും കോഴിക്കോട് സൗത്ത് MLAയും കോളേജിൻ്റെ പ്രിൻസിപ്പളും HOD എല്ലാമായിട്ട് കണ്ടിട്ട് നമ്മുടെ ആ ജിയോ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഡ്രാഫ്റ്റ്, ഒരു എഗ്രിമെൻറ്റ് നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫൈനലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ആക്കാനായിട്ട് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. വേണ്ട സഹായങ്ങൾ ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കാൻ പോകുന്നത് മിക്കവാറും അത് തന്നെ ആയിരിക്കും. നമ്മൾ അല്ലാതെയുള്ള ഓപ്ഷൻസ് ആലോചിക്കുന്നുണ്ട്. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ പോലെ നമ്മൾ 3 തവണ പത്രത്തിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിരുന്നതാണ് ഈ ലാൻഡിന് വേണ്ടി. പക്ഷേ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാൻഡ് കിട്ടിയില്ല. നമുക്കൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എപ്പോഴും ഒരു ഫിനാൻഷ്യലി വയബിൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കും. വിനോദ് പറഞ്ഞ അതിൻ്റെ അകത്തൊരു പ്രശ്നം, കോഴിക്കോട് ഇപ്പം നമുക്ക് ചിലപ്പം ഒരു 10-50,000 രൂപയ്ക്ക് സ്ഥലം കിട്ടും. പക്ഷെ അത് ഈ കുന്നുകളായിരിക്കും. ഇത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ സെൻറ്റിന് 50,000 രൂപ കൊടുത്ത് മേടിച്ചത് ചിലപ്പോൾ 5-6 ലക്ഷം രൂപയാകും. അപ്പോൾ റീറ്റെയിനിങ് ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അടിസ്ഥാന സൗകര്യമാണ് വേണ്ടത്. അന്താരാഷ്ട്ര സ്റ്റേഡിയം പോലെ വലിയ ഒരു സംവിധാനമല്ലല്ലോ വേണ്ടത്. അപ്പം നമുക്ക് ഒരു അടിസ്ഥാന സൗകര്യ വികസനത്തിന് നമുക്ക് നമ്മുടെ അകത്ത് തന്നെ മനസ്സിലൊരു ബഡ്ജറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ബഡ്ജറ്റിനനുസരിച്ച് കിട്ടണം. ഇപ്പോൾ വിനോദ് കഴിഞ്ഞ 3 ടേം സെക്രട്ടറി ആയിരുന്ന സമയത്ത് ആത്മാർത്ഥമായ ശ്രമം നടത്തിയിട്ടുണ്ട്. ഒരു ഗ്രൗണ്ട് അവിടെ കോഴിക്കോട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ചർച്ച ചെയ്തു. പക്ഷേ അതിലൊന്നും ഒരു പോസിറ്റീവായിട്ട് നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയും ഒരു കോളേജ് അധികൃതരുമായിട്ട് സംസാരിക്കാനായിട്ട് വളരെ പോസിറ്റീവാണ്. ഞാനൊന്ന് ഈ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞിട്ട് നേരെ പോയത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം 14 ജില്ലയിൽ ഗ്രൗണ്ട് വന്നേ പറ്റൂ. അത് സ്വന്തമായിട്ടാണെങ്കിൽ സ്വന്തമായിട്ട്, അല്ലെങ്കിൽ എറണാകുളത്തും ആലപ്പുഴയിലും തിരുവനന്തപുരത്തും ഒക്കെ ഉള്ളതുപോലെ, അല്ലെങ്കിൽ പിന്നെ മറ്റ് സ്ഥാപനങ്ങളുമായിട്ടുള്ള ടൈപ്പിൽ അങ്ങനെ നമുക്ക് 14 ജില്ലയിലും ഗ്രൗണ്ട്. അതാണ് ഞാൻ പറയും 30 വരെ പോകില്ല എന്ന് പറയും. 26 4 കൊല്ലമുള്ളതെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ആ 4 കൊല്ലത്തിനുള്ളിൽ
ഞങ്ങൾ പറ്റുവാണെങ്കിൽ ഇക്കൊല്ലോ അടുത്ത കൊല്ലം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യും. ശരി, ഒപ്പം എനിക്കൊരു നിർദ്ദേശം എന്നുള്ള രീതിയിൽ ചോദിച്ചുകൊണ്ട് പറയുകയാണ്. നിർദ്ദേശം എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഫാൻ ലീഗുകൾ നടത്തുന്നുണ്ടല്ലോ, അത് സ്ഥിരമായി വേണം എന്നുള്ളതാണ്. അത് സ്ഥിരമാക്കണം. കാരണം ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഒരു 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 കളക്റ്റീവായിട്ട് ഒരു 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 ഇത് വരുവാണ്. അപ്പോൾ അതിനെ ഭയങ്കരമായിട്ട് ആളുകൾ എടുക്കുന്നുണ്ട്. അത് സ്ഥിരമായി ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരാധകരെ ഒന്ന് കൺസൾട്ടേറ്റ് ചെയ്ത് നിർത്താനും, എപ്പോഴും KCAയുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ആരാധകർ ഒരു വശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അത് ചെതറിപ്പോകാതെ നിൽക്കാൻ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ല, നമ്മളത് നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സീസൺ ആകുമ്പോൾ KCL 4th സീസൺ ആകുമ്പോൾ എല്ലാ ജില്ലകളിലും ഫാൻ ലീഗ് നടത്താനാണ് നമ്മുടെ പ്ലാൻ. അതാണ് നമ്മളിപ്പോ ശരിക്കും പ്ലാൻ ചെയ്തിരുന്നത്. അതാണ് അതിപ്പോ വൻ വിജയമായിരുന്നു. മീഡിയ കാര്യം ഇതെന്ന് പറഞ്ഞാല് ഈ പദ്ധതി ഞങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ പിന്നെ അത് സത്യം പറഞ്ഞ ഈ ഫാൻ ലീഗ് എന്ന് പറയുന്നൊരു ഒരു ഐഡിയ കൊണ്ടുവന്നത് നമ്മുടെ മിനു ആണ്, CEO ആണ്. മിനു ആദ്യം ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞ് ഇങ്ങനെ ഫാൻ ലീഗ് നടത്താം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇച്ചിരി ആശങ്ക ഉണ്ടായിരുന്നു. കാര്യം നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പം വിനോദ് പറഞ്ഞാൽ ഇത് നല്ല ഒരു പദ്ധതിയാണ്, നമുക്കൊന്ന് ടെസ്റ്റ് ഡോസ് 6 ജില്ലകളിലേക്ക്. അപ്പം ഞാനത് വന്നപ്പോൾ നമുക്ക് 6 ജില്ലയിൽ ലിമിറ്റ് ചെയ്ത് നോക്കിയിട്ട്, പക്ഷെ വൻ വിജയം. ഫാൻ ലീഗ് യഥാർത്ഥത്തിൽ 2-3 കാര്യങ്ങളിൽ നമ്മൾ ഉദ്ദേശിച്ചത് ഒരു ഫാൻ ബേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം നമ്മൾ ഫാസ്റ്റ് ബോളേഴ്സിന്റെ ആ ഒരു നന്നായി ഫാസ്റ്റ് ബോളിംഗ് നന്നായി എറിയുന്നവര്, പിന്നെ കമന്റേറ്റർ ഒരു ചലഞ്ച്, അപ്പൊ ഇതിന് സാധ്യതകൾ കൂടി വന്നു. അപ്പം ആദ്യം എനിക്കൊരു മടി ഉണ്ടായിരുന്നെങ്കിൽ ഇവര് പറഞ്ഞപ്പോഴത്തേക്കും ശരിയാണ്, നമുക്കൊന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ വിചാരിച്ചതിനേക്കാളും വലിയൊരു വിജയമായി. അപ്പം ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ ഇന്നങ്ങ് പറഞ്ഞതേ ഉള്ളൂ, അടുത്ത കൊല്ലം 14 ജില്ലയിലും ഇതിനേക്കാൾ ഗംഭീരമായിട്ട് നടത്തും. കാര്യം ടെന്നീസ് ബോൾ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങളുടെ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാർക്ക്. എത്രയോ ടെന്നീസ് ബോൾ കളിക്കാരാണ് പിന്നീട് ക്രിക്കറ്റേഴ്സ് ആയിട്ട് വന്നത്. അപ്പൊ അവർക്കും അതൊന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 25,000 രൂപയാണ് പ്രൈസ് മണി കൊടുത്തത്. പക്ഷേ ടെന്നീസ് ബോളിൽ 1 ലക്ഷവും 2 ലക്ഷവും ഒക്കെ വലിയ ടൂർണമെന്റ് നടക്കുന്നുണ്ട്. ടെന്നീസ് ബോൾ താരങ്ങൾ എനിക്കത് ഒരിടത്തെനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ സെമി ഫൈനലിൽ ഒരു ടീം വന്നില്ല. കാര്യം അവരുടെ സൂപ്പർ താരങ്ങൾ പോണ്ടിച്ചേരിയിലോ മറ്റോ കളിക്കാൻ പോയിരിക്കുകയായിരുന്നു എന്ന് ഒരു അറിവ് കിട്ടി. ഞാൻ കൊല്ലത്ത് പോയപ്പോൾ ഒരു കളിക്കാരൻ അവിടെ കളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് നിൽക്കണം, അവനാണ് ഈ ക്യാച്ച് എടുത്തിട്ട് ടീമിനെ ജയിപ്പിച്ചത്. അവസാനം 6 ലൈന് പന്ത് തട്ടിയിട്ടിട്ട് അവനെ ടീമിനെ ജയിച്ചു. ഞാൻ പോകരുത്, എനിക്ക് നമ്മൾ പന്ത് എറിയുന്ന ഒരു പരിപാടി ഉണ്ട്, അല്ല എനിക്ക് വേറെ സ്ഥലത്ത് കളിയുണ്ടെന്ന് പറഞ്ഞു ഓടുന്നുണ്ടായിരുന്നു. അപ്പൊ അവരെയും കൂടെ നമ്മളുടെ കുടക്കീഴിൽ കൊണ്ടുവന്ന് ഇതുപോലെ തന്നെ ചിലർക്ക് അറിയത്തില്ല, അവർ വിചാരിക്കും 10, 24, 25 വയസ്സായി നമ്മുടെ കാലം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരിലൊക്കെ ഒരു താരത്തെ നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കും. അതുകൊണ്ട് KCA വളരെ കുഞ്ഞുങ്ങളെ തൊട്ട് 14 വയസ്സ് 10 വയസ്സ് തൊട്ട് 35 വരെയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. ഓക്കെ വിനോദ് സാർ, അവസാനമായി ഞങ്ങളുടെ യാത്ര അവസാനിക്കുകയാണ്. അപ്പോൾ അന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തതിൽ നിന്ന് ഇത്രയും ദിവസം കഴിയുമ്പോൾ KCA ഹാപ്പിയാണോ ആ കാര്യത്തിൽ? തീർച്ചയായിട്ടും ഹാപ്പിയാണ്. പിന്നെ എന്താണ്, കേരളത്തിലെ 14 ജില്ലകളിലും ഉള്ള ഒരു ക്രിക്കറ്റിനെ ഇങ്ങനെ നിങ്ങൾ വഴി മറ്റെല്ലാവർക്കും അറിയിക്കാനായിട്ട് പറ്റി എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പം മഹേഷിന് തന്നെ ഒരു റിയലൈസേഷൻ ഉണ്ടായതുപോലെ, വലിയ പണക്കാരൊന്നും അല്ല ക്രിക്കറ്റ് കളിക്കുന്നത് എന്നുള്ളത് ഉണ്ടായതുപോലെ. അപ്പോൾ അതുപോലെ അത് ശരിക്കും എങ്ങനെയാണ് ഇവിടെ ഈ ഒരു കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ളത് ഒരു പരിധിവരെ നിങ്ങളിലൂടെ ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നു, അല്ലെങ്കിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ എഫേർട്ടിനെ ഏതാണെന്ന് പറ്റുന്നു എന്നുള്ള. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ വളരെ ഹാപ്പിയാണ്. 4ാമത്തെ എഡിഷൻ നമ്മൾ തയ്യാറായിരിക്കണം വലിയ സന്നാഹങ്ങളുമായിട്ട്. അതെ അതെ അതെ, ഇതിലും വലിയ പരിപാടികളൊക്കെ ആയിട്ടും ഇതിലും വലിയ കാര്യങ്ങളുമായിട്ടും ഒന്ന് തയ്യാറാവണം. എന്തായാലും ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ദൃശ്യമാധ്യമ സുഹൃത്തുക്കളുമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ മീഡിയ വൺ അതുപോലെ പ്രത്യേകിച്ച് മഹേഷും കേരള ക്രിക്കറ്റ് ലീഗിനെ എത്രത്തോളം താഴെത്തട്ടിൽ എത്തിക്കാനും അതുമാത്രമല്ല അതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാക്കാനും ഈ യാത്രയ്ക്ക് കഴിഞ്ഞു. എന്തായാലും വളരെ പ്രശംസനീയമാണ് നിങ്ങളുടെ പിന്നെ പ്രവർത്തനങ്ങൾ. എന്തായാലും തുടർന്നും കാണുക. താങ്ക് യു. എന്തായാലും ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്, നമ്മളൊരു സ്പോർട്സ് സ്പോർട്സ് ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ പരിമിതമായ സ്റ്റുഡിയോയ്ക്കകത്തിരുന്ന് നമ്മൾ ചെയ്യുന്നതല്ല യഥാർത്ഥത്തിൽ ആ തരത്തിലുള്ള മാധ്യമ പ്രവർത്തനം എന്നുള്ള ഒരു നല്ല ഒരു ക്ലാസ് കൂടിയായിരുന്നു ഈ യാത്ര. അതുകൊണ്ട് പറയുന്ന ഈ ഫുട്ബോളും ഈ ക്രിക്കറ്റിനുമായിട്ട് പോകുമ്പോൾ ഉള്ള ഒരു ഡിഫറൻസ് എന്താണ് ഫീൽ ചെയ്യുന്നത്? രണ്ടും രണ്ടാണ്. ഫുട്ബോളിന് ഞാൻ ഈ പറഞ്ഞ ആരാധകരുടെ ഒരു കൂട്ടായ്മ നമ്മൾ എപ്പോഴും ഉണ്ട്. പക്ഷെ അതിനൊരു തുടക്കം ഞങ്ങൾ ഈ ഫാൻ ലീഗിൽ നിന്ന് കണ്ടിട്ടുണ്ട്.
ഐ തിങ്ക് ഒരു 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ വേർതിരിവില്ലാത്ത രീതിയിലേക്ക് അത് മാറും. അത്രയും അല്ല വ്യത്യാസം. അതെന്താ അറിയോ, ഇപ്പം മഹേഷ് ഈ ഇത്രയും ഗ്രൗണ്ടുകളെല്ലാം കണ്ടു. അങ്ങനെ ഇപ്പം പല ദൃശ്യമാധ്യമ പ്രവർത്തകർ നമ്മുടെ ഗ്രൗണ്ടുകളിലൊക്കെ പോകുന്നുണ്ട്. അപ്പം സാധാരണ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് വിഷയം വരുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തവരായിരിക്കും നമ്മളെ വിമർശിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെയൊക്കെ നടത്തുന്നുണ്ടോ, ഇവർക്കറിയില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അസോസിയേഷൻ്റെ പ്രവർത്തനത്തിൻ്റെ രീതി. ഇപ്പം നിങ്ങൾക്ക് ഒരു പിന്നെ KCA-യിലേക്ക് വരുമ്പോൾ ഉള്ള ആദ്യത്തെ ഒരു ഇമ്പ്രഷൻ ആയിരിക്കത്തില്ല ഇപ്പോൾ എന്നുള്ളത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും. അല്ല, വിമർശനങ്ങൾ വരുമ്പോൾ ഒരു വശത്ത് വിമർശനങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ വിമർശനങ്ങളെ അതേ രീതിയിൽ തന്നെ സ്വാഗതം ചെയ്യും എന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും. ഒരു പുതിയ അനുഭവമാണ്, ഒരു പുതിയ യാത്രയായിരുന്നു. ആ തുടക്കം കുറിച്ചത് KCA സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ സച്ചിൻ ബേബിയും സൽമാൻ നിസാറുമായിരുന്നു. ഇന്ന് തിരുവനന്തപുരത്ത് നമ്മുടെ കേരള ക്രിക്കറ്റ് സാഗ യാത്ര അവസാനിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഓർമ്മകൾ, മനസ്സിൽ നിന്നും മാഞ്ഞു പോകാത്ത ഒരുപാട് നല്ല ക്രിക്കറ്റ് നിമിഷങ്ങളാണ് ഈ യാത്ര ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ക്യാമറാമാൻ കണ്ണൻ നിലമ്പൂരിനൊപ്പം മഹേഷ് പുലു, മീഡിയ 1.